ഹായ്, ഞാനുള്ളത് തിരൂര് കടുങ്ങാത്തുകൊണ്ടുള്ള കൽപ്പകഞ്ചേരി ചന്തയിലാണ് കേട്ടോ. ഇന്ന് ചന്തയത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അത് ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ഇവിടെ ചന്ത ഉള്ളത് കേട്ടോ. ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. കത്തി, മടാള്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ മൺപാത്രങ്ങളുണ്ട്. എല്ലാം നല്ല മിതമായ വിലയിലാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം ആണ് ഈ ചന്ത ഉള്ളത് കേട്ടോ. ഓക്കെ, ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ തിരൂരും അതിൻ്റെ അടുത്തുള്ളവരും കടുങ്ങാത്തുകൊണ്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നല്ല അടിപൊളി ചീപ്പ് റേറ്റിന് കിട്ടും. ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പച്ചക്കറി, പിന്നെ തേയിലം, കടല വറുത്തത്, അങ്ങനെ ഒരുപാട് കാണാനും വാങ്ങാനും ഒക്കെ സാധനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഒക്കെ നല്ല വിലകളും കാര്യങ്ങളുണ്ട്. ഒരു തുളസി തൈലുണ്ട്, പിന്നെ കടല നല്ല ചൂടോടെ കടല വറുത്തെടുക്കുന്നുണ്ട്, മാമ്പഴമുണ്ട്. പിന്നെ നമുക്ക് ചെടിച്ചട്ടി വാങ്ങണമെങ്കിൽ ചെടിച്ചട്ടികളുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ചെടിച്ചട്ടികളും പാത്രങ്ങളൊക്കെ കിട്ടും. പിന്നെ നമുക്ക് അച്ചാറ്, പച്ചക്കറി, ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ചായയും കടിയും, നല്ല എണ്ണക്കടികളും ചായയും അതൊക്കെ ഒരു സൈഡിൽ നല്ല നാടൻ പപ്പടം ഉണ്ടോ. ഈ ചേട്ടൻ മുപ്പരനുണ്ടാക്കുന്നതാണ്. നല്ല നാടൻ പപ്പടം ഒരു സൈഡിൽ വിൽക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് നമുക്കിവിടെ കിട്ടും. പൂള, പിന്നെ മിഠായികൾ, നാടി മിഠായി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. പൂളക്കിഴങ്ങൊക്കെ ഇഷ്ടം പോലെ കേട്ടോ. പൂള, നല്ല നാടൻ ചീര. പിന്നെ ആ സൈഡിൽ കുറേ വെറ്റില കച്ചവടം ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. പിന്നെ ചീരയുണ്ട്, സെൻറ്റുണ്ട്. അപ്പോൾ ചേട്ടൻ നമ്മളെ വിളിച്ചിട്ട് ഒരു സെൻറ്റിൻ്റെ പെർഫ്യൂമിൻ്റെ ഒരു ഇതിങ്ങനെ കാണിച്ചു തന്നു കേട്ടോ. നല്ല മണമുണ്ട്, കുഴപ്പമൊന്നുമില്ല. മൂപ്പരിങ്ങനെ അതിൻ്റെ ഒരു കച്ചവടമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ കുറേ വാഴയിലയിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിത് ആദ്യം വിചാരിച്ചത് വാഴയിലാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ വാഴയിലല്ല, ഈ കൽപ്പകഞ്ചേരി ചാല തന്നെ മെയിനായിട്ട് അറിയപ്പെടുന്നത് വെറ്റിലൊക്കെയാണ് കേട്ടോ. ഇത് വെറ്റിലയാണ്. ഇത് ഈ കടുങ്ങാത്തുകൊണ്ടും തിരൂരും അടുത്തുള്ള പ്രദേശത്തുള്ള ആൾക്കാർ ഇവിടെ കൊണ്ടുവരുത്തില്ല വെറ്റില. ആ വെറ്റില നല്ല വെറ്റില നോക്കിയിട്ട് കച്ചവടക്കാർ തിരഞ്ഞെടുക്കും. അതിനുള്ള തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. കച്ചവടക്കാരുണ്ട്, വെറ്റില വിൽക്കാൻ വന്നവരുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വെറ്റില ഓരോരോ കെട്ടാക്കിയിട്ട് ഇവിടെ കൊടുന്ന് വെക്കുകയാണ്. ഇവിടുത്തെ ഒരു ചേട്ടൻ നമുക്ക് പറഞ്ഞതാണ് കേട്ടോ. ഈ കൽപ്പകഞ്ചേരി ചന്ത എന്ന് അറിയപ്പെടുന്ന തന്നെ നല്ല വെറ്റില ഒക്കെ കിട്ടുന്നൊരു ചന്തയായിട്ടാണ് ഇത്ര. വയനാട്, കോഴിക്കോട്, അങ്ങ് ദൂരത്തുനിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്നിട്ട് വെറ്റില കൊണ്ടുപോകാറുണ്ട് ഇത്ര കേട്ടോ. അപ്പോൾ ആ വെറ്റില എടുക്കാനുള്ള തിരക്കാണ്ട്. ഒരു സൈഡ് മൊത്തം വെറ്റില കച്ചവടമാണ്. അപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി കേട്ടോ. അപ്പോൾ നമ്മളും നോക്കിയതാണ്. അവിടെ ഒരുപാടുണ്ട് കേട്ടോ. വാഴയിലിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വില ഉറപ്പിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ഒരു കാഴ്ച. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നു കേട്ടോ, വെറ്റില ചന്ത. ഓക്കെ, പിന്നെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. കുറേ സ്ഥലമുണ്ട്. പിന്നെ അവിടെ നാടിവല മിഠായി ഉണ്ട്, ജസ്റ്റ് നമ്മൾ നോക്കി. പിന്നെ കൈക്കോട്ട്, പാത്രങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ ഒക്കെ ഒരു സൈഡിലുണ്ട്. നാടിവല 200 രൂപയാണ്. പിന്നെ ഐസ്ക്രീമുണ്ട് കിലോന്. പിന്നെ ചെരുപ്പ്, പച്ചക്കറി, സോപ്പ്, ചീര, മാങ്ങ, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാം കേട്ടോ. നമ്മളിങ്ങനെ നടന്ന് ഒരു റൗണ്ട് അടിച്ചിട്ടോ. ഇനി പലഹാരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സോപ്പ്, ലിക്വിഡ്, ഹാൻഡ് വാഷ്, പിന്നെ നല്ല മിച്ചറും പലഹാരങ്ങളൊക്കെ ഇങ്ങനെ വണ്ടിയിൽ കൊടുത്തിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു കാഴ്ച ഉണ്ടോ, നല്ല മരത്തിൻ്റെ നമ്മളെ പനംകുറ്റിയിലുണ്ടാക്കിയ കൈക്കോട്ടിനുള്ള മരപ്പിടികളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, അതൊക്കെ പനംകുറ്റിയിലുണ്ടാക്കിയതാണ്. പനംകുറ്റി കാഞ്ഞിരോ തോന്നുന്നു, പനംകുറ്റിയാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ചെറിയ മഴു, നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള മടാള്, കൈക്കോട്ട്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ആ സൈഡിലൊക്കെ നല്ല പനയുടെ കൈക്കോട്ടിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ മീനുകളൊക്കെ ഉണ്ട്, ഗപ്പി, മറ്റേത് മറിച്ചത് കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ മീൻ വാങ്ങണവർക്ക് മീനും ഉണ്ട് കേട്ടോ വളർത്താൻ. പിന്നെ നല്ല ബീഫ്, ചിക്കൻ, മട്ടൻ, അങ്ങനെ തുടങ്ങി നല്ല ഫിഷും ഉണ്ട് കേട്ടോ. ഈ സൈഡ് മൊത്തം മട്ടനാണ്. പിന്നെ അവിടെ എന്തോ തേയിലും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ നല്ല ബീഫും ചിക്കനൊക്കെ കൂടെ കിട്ടും കേട്ടോ. കൽപ്പകഞ്ചേരി ചന്തയിൽ വന്നാൽ കിട്ടാത്തൊന്നുമില്ല. തക്കാളി, എല്ലാ ഐറ്റംസും നല്ല വില കുറവുണ്ട് കേട്ടോ. നല്ല മീൻ, പച്ചക്കറി, ഇതാണ്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് വെത്തൽ, അങ്ങനെ ഇഷ്ടം പോലെ മീനിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ.
നല്ല വില കുറവിൽ ഈ ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. ബാഗ് ഐറ്റംസ് ഇവിടെ കിട്ടാത്തതൊന്നുമില്ല കേട്ടോ. ഒരുവിധ ഐറ്റംസൊക്കെ ഇതിൻ്റെ 4 പുറം നടന്നാൽ കിട്ടും. മറ്റേ ഡ്രസ്സ് വേണ്ടവർക്ക് ഡ്രസ്സ്, 3/4 നല്ല ചോളപ്പൊരി, പിന്നെ അതാണ്ട ചെടികളുണ്ട് കേട്ടോ. മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മാവ്, തെങ്ങ്, പ്ലാവ് തുടങ്ങിയ എല്ലാ ചെടികളും എല്ലാ സാധനവും ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ യാദൃച്ഛികമായിട്ട് ഇവിടെ വന്നു വിട്ടതാണ്. പക്ഷെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി തോന്നി. അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒരു കുടക്കയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പ്ലാവൊക്കെയാണ് ഈ കാണുന്നത്. നമ്മളിങ്ങനെ ജസ്റ്റ് ചെടികളൊക്കെ നോക്കി. മാവും തൈകളുണ്ട്, വീട്ടിലേക്കുള്ള ചെടികളുണ്ട്, മറ്റേ അലങ്കാര ചെടികളുണ്ട്, പിന്നെ ചെടികൾക്കുള്ള പാത്രമുണ്ട്. എല്ലാ സാധനങ്ങളും നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നടന്നാലും ഇത് കണ്ടു തീരില്ല കേട്ടോ. പിന്നെ മറ്റേ ജീപ്പ്, മോതിരം, അത് ഇത്, മുഖംമൂടി, അങ്ങനെ കുട്ടികൾക്ക് കളിക്കേണ്ടതും വലിയവർക്കുള്ളതും എല്ലാ സാധനങ്ങളും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ ഒരറ്റത്തെത്തിട്ടോ. അപ്പോൾ വണ്ടി പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഫ്രീ പാർക്കിങ് തന്നെയാണ് കേട്ടോ. നല്ല നല്ല തിരക്കാണ് കേട്ടോ. ഈ ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രം ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. അതാണ് ഇവിടുത്തെ കാഴ്ച കേട്ടോ. നമ്മളൊരു സൈഡിലൂടെ നടന്ന് കണ്ടോ, നല്ല ഉണക്കലുണ്ട് കേട്ടോ. ഉണക്കമീനുകൾ, ചെരുപ്പുകൾ, പച്ചക്കറി, ഇനി എന്താ വേണ്ടി ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.